ഗൈസ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ മെയിനായിട്ട് പൂമണി സർപ്രൈസ് ആവുമോ നമുക്ക് നോക്കാം. ഇതൊരു പെർഫെക്റ്റ് കണ്ടന്റ് ആണ്. നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഭാഗ്യം നല്ല തെറി കിട്ടിയിട്ടുണ്ടാവും എനിക്ക്. കാറിലായതുകൊണ്ട് ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ഹലോ ഗൈസ്, എന്താ എവിടുന്ന വെട്ടം വന്നേ ഗൈസ്? ഇന്ന് നമ്മുടെ പരിപാടി എന്താ? ഇന്ന് നമ്മൾ സർപ്രൈസ് പാർട്ടിക്ക് വേണ്ടിയാണ് പോകുന്നത്. നമുക്കല്ല സർപ്രൈസ്, നമ്മൾ വേറൊരാൾക്ക് ഒരു സർപ്രൈസ് ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ നമ്മളും പോയി ജോയിൻ ചെയ്യാൻ പോകും. അപ്പൊ ജോയിൻ ചെയ്തിട്ട് ആൾക്ക് നമുക്ക് ഇന്നൊരു സർപ്രൈസ് ഒരു പാർട്ടി കൊടുക്കാം. സർപ്രൈസ് ആവോ ഇല്ലയോന്ന് അറിയില്ല, കുറച്ചൊക്കെ അവന് അറിയാൻ തോന്നുന്നു. അപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ട് ഒരു പാർട്ടി പോലെ പ്ലാൻ ചെയ്തു. പാർട്ടി എന്തിനാന്നൊക്കെ പതിയെ പറയാം. ഈ പാർട്ടി കൊടുക്കണമെങ്കിൽ അതിലൊരു കാരണം ഉണ്ടാവണം. അറിയാന്ന് ഞാൻ പറഞ്ഞത് ആ കാരണം ഓൾറെഡി അറിയാലോ. അതെ, അപ്പൊ എന്തായാലും ഈ കാരണം ഉള്ളതുകൊണ്ട് ആ പാർട്ടി ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവും എന്ന് അവനറിയാം. അപ്പൊ അതാണ് ഗൈസ്. അപ്പോ അതെന്താന്നൊക്കെ പതിയെ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാം. സോ നമ്മൾ ഡെക്കോറൊക്കെ അതെ, ഡെക്കോറൊക്കെ ഓൾമോസ്റ്റ് അവര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ ഡെക്കോറും ആ പ്ലാനൊക്കെ പതിയെ കാണാം. അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ, ഇന്ന് നമ്മുടെ ഈവനിങ് പ്ലാൻ. സോ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. കാണുന്നുണ്ട്, നല്ല രസമുണ്ട്. ഗായ്സ്, നമ്മള് ഇപ്പൊ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാൻ പോവാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സർപ്രൈസ് പാർട്ടി നമുക്ക് പൊളിക്കല്ലേ? അതെ, അവര് വാങ്ങിയിട്ട് കുറച്ച് സാധനം കിട്ടിയില്ല. അപ്പൊ ആ സാധനങ്ങൾ നമ്മള് വരുമ്പോ വാങ്ങാൻ പറഞ്ഞു. അപ്പൊ അതും കൂടെ വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനുമുമ്പ് വേറെ നമ്മുടെ ഈ കളർ ഡ്രസ്, ഈ കോസ്റ്റ്യൂമിന്റെ കളർ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഈ രാത്രി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് ഇറങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് ഗൈസ്. നമ്മളൊരു ബ്ലാക്ക് തീമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ തീം മാത്രമേ ഉള്ളൂ, ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക്, ബാക്കിയെല്ലാം ബ്ലൂവും ചുവപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് എല്ലാരും ബ്ലാക്ക് ഇട്ട് വൈബാക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ അവിടെ പോയിട്ട് കാണാം. പോകുന്ന വഴിക്ക് നമുക്ക് വാങ്ങാനുള്ളതൊക്കെ കാണിക്കാം അല്ലേ? വാങ്ങാൻ കിട്ടുവാണെങ്കിൽ വാങ്ങാം. ഓക്കെ, നമ്മളിപ്പോ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി നേരെ ഏതെങ്കിലും ഒരു ഫാൻസി ഷോപ്പ് പോകുന്ന കുറച്ച് സാധനങ്ങൾ. ഈ സ്പെഷ്യൽ പാർട്ടി എന്താന്ന് നമ്മൾ പറയണ്ടേ? എന്നാൽ അത് നിങ്ങൾ വീഡിയോയിൽ എൻഡ് വരെ കാണുക, എന്നാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലൊരു വെറൈറ്റി വൈബ് നമ്മൾ പിടിക്കാനാണ് ഇന്ന് നോക്കുന്നത്. മാക്സിമം പറ്റാവുന്നത്ര നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, കണ്ടുകൊണ്ടിരിക്കൂ. എന്താ അത് എന്തൊക്കെയോ വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി നിൽക്കുന്ന റോയൽ ബേക്കേഴ്സിന്റെ ഫ്രണ്ടിൽ. അതെ, നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ വിശന്ന് തുടങ്ങി പാവം കൊച്ചിന്. നമുക്ക് എന്തെങ്കിലും ഒരു ചായ എന്നാ ബാ, എന്തേലും കഴിക്കാം, പോവാം. ഇപ്പൊ കിട്ടും, പോക്കോ. കിട്ടും. നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് ഓർക്കും. ഇപ്പോൾ ഒരു ചായ കോഫി എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം. ജ്യൂസ് കുടിച്ചാലോ? ഇവൻ ഓർഡർ ചെയ്തത് ഷവർമയാണ്. നോട്ട് ദ പോയിന്റ്, ഞാനല്ല ഓർഡർ ചെയ്തത്, ഇവനാണ്. എൻ്റെ വീട്ടുകാരിത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇവൻ തന്നെ പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്തതാ. പെട്ടെന്ന് വിശപ്പ് കൂടി വരുമ്പോ ഒരു ചായ കുടിച്ചിട്ട് ഒരു പഴമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പഴമൊന്നും കഴിച്ചില്ല ഗൈസ്. ഞാനൊരു കോഫിയും കുറച്ച് സ്നാക്സും ചിപ്സും കഴിച്ചതാ. വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷവർമ റോൾ പറഞ്ഞു. പകുതി ഷെയർ ചെയ്ത് കഴിക്കാം. നമുക്ക് പിടിച്ചിക്കാൻ പറ്റും. ഇപ്പൊ ഒരു 8 ആയതേ നമ്മൾ 9 മണിക്ക് ആവും ഫുഡ് കഴിക്കാൻ വേണ്ടി. 7:55. എങ്ങനെ എന്താ വേണോ? കുറച്ച് താ. ഇതൊന്നുമില്ല, ഇല്ല ചോദിക്കും. കഴിക്കേ. അതെന്താ അത് ഒരു സൈഡ് കടിച്ചപ്പോ ബാക്കി എല്ലാ സൈഡിൽ നിന്നും പുറത്തേക്ക് വന്നു.
ടിഷ്യൂ വേണം, ഞാൻ ടിഷ്യൂ വാങ്ങിയിട്ട് തരാം. എന്താ പറ്റിയത്? ആയിട്ടില്ല, വായിലൊന്നും ആയിട്ടില്ല. ടിഷ്യൂ വാങ്ങാം. ഗൈസ്, നമ്മളെ കുസുമേരി ജംഗ്ഷനിൽ ഒരു വലിയൊരു ബ്ലോക്കാണ് ഗൈസ്. ഈ ബ്ലോക്ക് ഉണ്ടാക്കിയത് ഞാനാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എങ്ങനെയോ സേഫായിട്ട് ഇവിടെ വന്ന് എത്തി ഗൈസ്. ഇതാ ഇപ്പൊ വണ്ടി എല്ലാം അവിടെ ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബ്ലോക്ക് ആയിപ്പോയി. ഇതാ ഇവിടെ ഇത്രയും വണ്ടി നിൽക്കുന്നുണ്ടോ അവിടെ? ഇതാ ഈ കിടക്കുന്ന ഇത്രയും വണ്ടി ഇവിടെ, ഈ ട്രാവലർ ഇതാ ഇപ്പൊ പോകുന്ന ഈ വണ്ടി ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഞാൻ നൈസായിട്ട് ഓമി കേക്കിന് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ കയറ്റാൻ വേണ്ടി നിന്നതാണ് ഗൈസ്. സോ അത് കയറ്റാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു വണ്ടി ഒന്ന് കയറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും വണ്ടിയായി ഗൈസ്. അവിടെ നിന്ന് എനിക്ക് നീക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അയ്യോ, അത് കഴിഞ്ഞ് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ ഈ സൈഡ് കൊണ്ടുവന്ന് ഒതുക്കി. എങ്ങനെ ഉണ്ടായിരുന്നു അത്? എന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? യൂഷ്വലി ഇവനാണ് എല്ലാരെയും ഇങ്ങനെ തെറി പറയുന്നത്. എന്നെ കൊറേ പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഇവൻ കയറ്റിയപ്പോ വേറൊരുത്തനും കൂടെ അവന് ക്രോസ് ചെയ്ത് വെച്ചു. അതെ, അതുകൊണ്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് ഒരുത്തൻ കയറി ആ ഗ്യാപ്പ് ഫിൽ ചെയ്തു. പിന്നെ വണ്ടി ഫുള്ള് വണ്ടിയായി, ബ്ലോക്ക് ആയി ഗൈസ്. സോ ഇപ്പൊ നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഭാഗ്യം, നല്ല തെറി കിട്ടിയിട്ടുണ്ടാവും എനിക്ക്. കാറിലായതുകൊണ്ട് ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ശരി, നമുക്ക് എന്നാ ഓമയ്ക്കൊന്ന് കേറിട്ട് നോക്കാം. സമയമില്ല ഗൈസ്, സമയമില്ല. ഞാൻ നല്ല അടുപ്പിച്ചാണ് ഇട്ടേക്കുന്നത്. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ബ്ലോക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഫുള്ള് ബ്ലോക്കായി. ഇല്ലല്ലേ? പോവാ. ഇവിടെയും കിട്ടിയില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു. ആ ബ്ലോക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ ഇതിലെ കൂടെ പോവാന്നുള്ളൂ. ഇത്ര സ്പേസ് ഉണ്ടായിട്ട് അവർക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് പോവാം ഗൈസ്. ഇന്നത്തെ പരിപാടി നമ്മുടെ പൂമണിയുടെ ഫ്ലാറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡെക്കറേഷൻ പരിപാടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൂമണിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ അറിയാണ്ട് പൊളിഞ്ഞു പോയി. അത് നല്ല സർപ്രൈസ് ആയി. അപ്പോൾ അറിയാണ്ട് പൊളിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല. ഇത് അവിടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി നമുക്ക് നല്ല സക്സസ്ഫുൾ ആൻഡ് സർപ്രൈസ് ഒരു പരിപാടി പോലെ നമുക്ക് അതെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അതേപോലെ എക്സിക്യൂട്ട് ചെയ്യണം. ഇനി മുകളിൽ അവിടെ പോയാൽ നമുക്കറിയാം അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് തന്നെ അതൊരു സർപ്രൈസ് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ പോയി കാണാം. ഇതാണ് ഗൈസ് പഴയ ഫ്ലാറ്റ്. ഞാൻ ഇവിടെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിന്നുകൊണ്ടിരുന്നത്. അവിടെ അവിടെ ആ ഏരിയയിലാണ് എൻ്റെ പാർക്കിങ്. എത്താത്തതാ, എത്തി, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നു. ചളിയൊന്നും ഇല്ല ഇനി. ഇതാണ് ഗൈസ് ജെയിൻ ടഫ്നൽ ഗാർഡൻ. ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി ഫുള്ളും. ദിസ് ഈസ് ഹോണ്ടഡ് ഫ്ലാറ്റാണ്. ഹോണ്ടഡ് ഫ്ലാറ്റ് ആർക്കും അങ്ങനെ പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. പ്രേതാലയം പോലെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ പണ്ട് ഇവിടെ മറ്റേ ഗോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഈ ജെയിനിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഫ്ലാറ്റ് അതുകൊണ്ട് ഈ ഗോസ്റ്റ് ഈ പ്രശ്നം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഇങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് മറ്റേ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പൂവ് അവർ മറ്റേ ദൈവത്തിനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പൂജാരി ഉണ്ടാവും എപ്പോഴും ഫ്രണ്ടിൽ. ആള് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് ഇത് ഗോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ടോ? ഇവിടെ എല്ലാം ഭയങ്കര പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗോസ്റ്റ് എഫക്റ്റ് ആണ് ഗൈസ്. സോ അതുകൊണ്ട് ഫാമിലിക്ക് ഈ ഫ്ലാറ്റ് കൊടുക്കുന്നത് നിർത്തി. ഫാമിലി ആൾക്കാർ വരുന്നത് കുറഞ്ഞു. അപ്പോൾ ഫുള്ള് ബാച്ചിലേഴ്സിന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് ബാച്ചിലേഴ്സിന് ഇവിടെ ഫ്ലാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ എടുത്തത്. നമുക്ക് പിന്നെ പ്രേതം എന്ന് പറഞ്ഞാൽ പേടിയൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഫ്ലാറ്റ് എടുത്ത് കുറച്ച് കാലം നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ മാത്രമേ ഇവിടെ. ഡിസൈനൊക്കെ നല്ലതാണ്. ഇവിടുത്തെ ലിഫ്റ്റ് നല്ലതാണ്. ലിഫ്റ്റിൽ പഴയ പുതിയ ലിഫ്റ്റാണ്, മോഡേൺ ലിഫ്റ്റാണ്. ടച്ചാ ഫുള്ള്. പിന്നെ മിററുണ്ട്. ഇതൊക്കെ നല്ല രസമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൽ പ്രേതം ഉണ്ട് ഗായ്സ്, പ്രേതം ഉണ്ട്. ഇന്ന് നമ്മൾ ബ്ലാക്കിലും കൂടെ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രേതത്തിനെ കാണാൻ പറ്റും. നമുക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ ഇതിൽ കാണിച്ചു തരാം ഗായ്സ്. ഇതിന്റെ അകത്തോ? അതെന്താ? ഫോണിൽ കൂടെ കാണാൻ പറ്റുമല്ലോ. ആണോ?
ഓക്കെ, അപ്പം നമ്മൾ ഇവരുടെ ഫ്ലാറ്റിൽ കയറാം, എന്നിട്ട് അകത്ത് കയറിയിട്ട് കാണാം നമുക്ക് എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ മുകളിൽ 4101 ആയിരുന്നു എൻ്റെ ഫ്ലാറ്റ്. ഇതാ ഇവിടെ കാണുന്ന ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പോൾ അവരൊക്കെ കാണിക്കാൻ പോയിട്ട് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് പരിപാടിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഡെക്കറേഷൻ കം. ഇതാണ് പൂമണിയുടെ ഫസ്റ്റ് നൈറ്റ് റൂം. ഇതാണ് പൂമണിയുടെ ഗ്രൂം ടു ബി സെലിബ്രേഷൻ. അത് പാട്ടൊന്ന് ഹോസ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഗൈസ് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത. ആരും ഇത് സെറ്റ് ചെയ്തത്? നീയല്ലേ? ഇതിൻ്റെ ഫുൾ കോർഡിനേറ്റർ പിള്ളൈക്കാം അനിരുദ്ധൻ. ഇവനാണ് ഗൈസ്. ഇതെന്താടാ? ഇതാണ് ഏജ്ഡ് പൂമണിക്ക്. ആരാ ഓടിയത്? ഓ അജിത് കേസി. അപ്പൊ ഇതൊക്കെ നീ എവിടെ നിന്ന് ഒപ്പിച്ച് ഇത്ര സാധനം? കഴിഞ്ഞ ദിവസം വന്നപ്പോ ഈ ഫ്ലാറ്റ് ഇങ്ങനെ അല്ലായിരുന്നു ഗൈസ്. സോ ഭയങ്കര ഇതാണ് നമ്മുടെ KC മാനേജർ ഓഫ് ദിസ് ഫ്ലാറ്റ്. പണ്ട് ഇപ്പൊ ഫുള്ള് മാനേജ്മെന്റ് ഒക്കെ നിർത്തിയിട്ട് വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. കൊഞ്ചും അതുക്കും മേലെയായി. അപ്പൊ പറ, ഇതിനെ കുറിച്ച് പറ. നീ പറ. ഇത് പറ. ഇത് വലിയൊരു ഇതാണോ കേക്ക്? ഇതാണ് കേക്ക് എന്താ? കേക്കല്ലല്ലോ, ഇതാണ് തൊപ്പി. പൂമണിക്ക് വെക്കാൻ പോകുന്ന തൊപ്പിയാണ് ഗൈസ്. ഇത് ഗ്രൂം ടു ബി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ അത് പറഞ്ഞിട്ടോ ഗൈസ്? ഇന്നൊരു ഗ്രൂം ടു ബി ആണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അല്ലേ? അതെ, അത് പൂമണിയുടെ ഗ്രൂം ടു ബി. ചിയേഴ്സ്. ഇതാണ് ചിയേഴ്സ്. ഷാമ്പയിൻ എന്തി? അതാണ് ഷാമ്പയിൻ ഒറിജിനൽ. ഇത്തരം ബലൂണ് നീയാണോ ഊതി വിർപ്പിച്ചത്? വരാഞ്ഞത്. ആ, അപ്പൊ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്ത ഇതെന്താ പരിപാടി? നീ പറ. അത് പറഞ്ഞു. വേറെ പിള്ളേരൊക്കെ എന്തേ? എത്ര പേരേ ഉള്ളൂ? ഇവിടെ പോന്ന് എന്തിനാ ഇത്ര പേടിക്ക? ഇവനാ മറ്റേ വ്ളോഗർ, ഞാൻ കണ്ട വ്ളോഗർ. ഇവനാണ്. നീയല്ലേ വ്ളോഗർ? ഇവൻ മറ്റേ രാജഗിരിയിലെ വ്ളോഗർ. ഇതാണ് ഇന്നത്തെ പരിപാടിയുടെ മെയിൻ സാധനം. അതെന്താ കാണിച്ച ലൈറ്റ് കത്തത് മാത്രമേ ഉള്ളൂ. എന്തി നമ്മ ബാൻഡ് പോയി ഗൈസ്, പൊളിഞ്ഞു പോയി. പൊട്ടിയാ? ഇത് മറ്റേ എന്തല്ലേ ഒരു വെറൈറ്റി സാധനം ഇങ്ങനെ കത്തി നിൽക്കുന്നു നമ്മൾ ഫുള്ള് എല്ലാവരും. അതെ, എന്നാ വെച്ചോ. ഇത് ബാറ്ററിയാ തോന്നില്ലേ? ഫുള്ള് കണ്ടന്റ് അതാ. ഇതെന്താ താടാ? ഇതെന്താ ഇത്? എന്തത്? ഗൈസ് ദിസ് ഈസ് ബ്ലൂ കളറാണോ ഇത്? ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങി? എനിക്ക് ബ്ലൂ വേണ്ട, എനിക്ക് ഇത് വേണം. പച്ച മിന്നിക്കത്തുന്ന നമ്മുടെ വള. എല്ലാവർക്കും ഓരോന്നുണ്ട് ഗൈസ്. ഈ ഫ്ലാറ്റിൽ വരുന്ന എല്ലാവർക്കും ഫ്രീ ആണ് ഗൈസ്. കോംപ്ലിമെന്ററി. ഇങ്ങനെ കളർ മാറി മിന്നി കത്തും. ഇത് വേണമെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യും ഗൈസ്. എനിക്കെന്താ പമ്മുന്നേ? ഞാനില്ലെന്നോ? എന്താ എങ്ങനെയുണ്ട്? ഗൈസ് ഇതാണ് പൂമണിയുടെ ക്ലാപ്പ് ബോക്സ്. ഇന്നിവിടെ ഒരു മ്യൂസിക് കോൺസെർട്ട് ഇല്ലേ നമുക്ക്? ഇന്നൊരു മ്യൂസിക് കോൺസെർട്ട് ഇല്ലേ? ഇന്ന് പൂമണിയുടെ ഗ്രൂം ടു ബി ആണ്. അതിനാണ് ഈ പരിപാടി, ഇത്രയും പരിപാടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? ഇപ്പൊ പൂമണിയുടെ പാട്ട് തന്നെ നമുക്ക് പൂമണിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. പൂമണി സിംഗിൾ ആയിട്ടുണ്ടായിരുന്നപ്പോൾ എടുത്ത ഒരു സോങ് ആണ് ഗൈസ് ഇത്. തൊലൈവായ കാതലി എന്ന് പറഞ്ഞിട്ട്. അതെ, ഇങ്ങനെ ഒരു പാട്ട് അവനായിട്ട് കഷ്ടപ്പെട്ട് ഇത് ചെയ്തു. എന്താടാ ഇത്? അത് കേസി
എന്തടാ ആക്ക് നീ? എടാ അതാടാ ഉണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക് ഫോർ ഗ്രൂം. ഗെയിം ഓവർ. അങ്ങനെയൊന്നുമല്ല, പൂമയുടെ ഗെയിം ഓവർ ആവില്ല. ഇതാണ് ക്യാപ്റ്റൻ സ്റ്റുപ്പിഡ് മങ്കി. ആ സ്റ്റുപ്പിഡ് മങ്കിയുടെ ഫേസ് ഒക്കെ വെക്കണോ? ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു ഊതൂല. ക്യാൻഡിൽസ് എല്ലാം കത്തിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു ഗെയിം സെറ്റ് ചെയ്യാം. ആരൊക്കെ ഊതി കത്തിക്കുന്നു? ഊതി കത്തിക്കുന്നില്ല. എവിടെയാലും വെക്ക്. ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. എന്നല്ലേ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും. ഏത് ഗ്രൂമാ? സ്പാർക്ലിംഗ് പൂത്തിരി. ഇതാണ് ഗൈസ് കമ്പിത്തിരി. ഇന്ന് കത്തി ഇവിടെ തീരും. എന്നിട്ട് ഫയർ എഞ്ചിനെ വിളിക്കേണ്ടി. ഇന്ന് ഫയർ ഫോഴ്സിനെ വിളിക്കേണ്ടി. ഈ രണ്ട് സാധനം കത്തുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഫുള്ള് കത്തിത്തീരും ഗൈസ്. അതല്ലേ മറ്റേ ഫയറിന്റെ തീ. ഓക്കെ. ആ സാധനമൊക്കെ ഉണ്ട്. അത് വർക്കാവുമോന്ന് അറിയില്ല. എന്നാലും നമ്മൾ കത്തിക്കും ഇവിടെ. ഇന്ന് നമ്മൾ ജയിന് കത്തിക്കും ഗൈസ്. ഇന്ന് ഫ്ലാറ്റ് കത്തും. സ്പ്രേ കൊടുത്തോ അവളുടെ? അത് നീ എടുത്തോ. പോപ്പ് പൊട്ടൂല. എങ്ങോട്ട്? ഞാനൊന്നും ആക്കിയിട്ടല്ല, അത് നേരത്തെ പോയതാ. അത് കേസി നശിപ്പിച്ചോ. അതാ വിളിച്ചോ എടാ വിളിച്ചോ. ഇത് എല്ലാം പൊളിഞ്ഞു വന്നു. വിളിച്ചോ. എല്ലാം കൊളാവോ? എല്ലാം പൊളിഞ്ഞു പോവും. അത് ഫൗളാവും. പൂമണിയൊന്നും വന്നിട്ടില്ല ഗായ്സ്. നമ്മൾ പൂമണി ഇപ്പൊ ഇവിടെ എത്താൻ പോകുന്നു. പൂമണി വിളിച്ചോ? നമുക്ക് നോക്കിയിരിക്കാം. പൂമണി സർപ്രൈസ് ആവുമോ നമുക്ക് നോക്കാം അല്ലേ? അവൻ മണ്ടൻ. പൂമണി ഒന്ന് നമുക്ക് ഈ ലൈറ്റ് എല്ലാം കത്തിച്ചു വെക്കാം. അത് ഓരോന്നായിട്ട് ഓണാക്കാം. ഓഫാക്ക്. കള്ളൻ. സ്വിച്ച് അറിയില്ലേ പൂമണ്ണു? ഗൈസ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ സമയമായിട്ട് പൂമണി സർപ്രൈസ് ആവും. നമുക്ക് നോക്കാം. എല്ലാവർക്കും എടാ അത് പിന്നെ പൊട്ടിക്കാം. കേക്ക് പൊട്ടിക്കാം. ഇപ്പൊ പൊട്ടിക്കടാ. പൊട്ടിച്ചോ? പൂമണി സ്നോഫോളാ കേസി. അതെല്ലാം പോയി. അത് ആ ലൈറ്റ് ഇട്. പൂമണി നോക്കി കൊണ്ട് ചെയ്യണേ. എന്തായാലും പൊട്ടിത്തെറിക്കും ചിലപ്പോ. ഫുള്ള് സർപ്രൈസ് ആയിരിക്കും ഇതില്. പൂമണിയുടെ കേക്ക്. ഇല്ല ക്യാപ്പൊക്കെ ആദ്യം കൊടുക്കല്ലേ? എല്ലാം കൊടുക്കേ. എന്നാലല്ലേ കത്തിച്ചിട്ട് നമുക്ക്. പൂമണി
ഞാൻ ക്യാമറമാൻ എടാ കൊടുക്കടാ നീ. അണ്ണനക്ക് തൊപ്പി ഞാൻ താൻ കൊടുപ്പേ. എടാ പാട്ട് അയ്യോ പാട്ട് വേണോ? പൂമണി ഇനി കല്യാണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്. ആ പൂമണിക്ക് എന്താ പറയാനുള്ളത്? പറ പറ. എനിക്ക് സൗണ്ട് ഉറക്കി നമുക്ക് പൂമണിക്ക് പറയാനുള്ളത് കേൾക്കാം. പൂമണിയുടെ ഒരു എക്സ്പീരിയൻസ്, ഇനി ഒരു വെഡിങ്ങിലേക്ക് പോകാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തൊക്കെയുണ്ട് പറ. എന്ത് പറ, നിങ്ങൾ പറ, എന്തേലും പറ പൂമണി. ആ പറഞ്ഞോ. ഒന്നും പറയാനില്ലേ? ഒരു സിംഗിൾ ലൈഫ് ഒരു കപ്പിളല്ലല്ലോ, ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോ എന്താ തോന്നുന്നേ പൂമണിക്ക്? പറ. പേടിയാ? ഓ ആരെ പേടി? എന്തിനാ? ആ ഓ പറ. ആദ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള അനിറ്റ് പറയും അല്ലേ? എല്ലാം നന്മയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് നന്മയ്ക്ക്. അതെ അതെ. പൂമണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ആ സ്പീച്ച്, പൂമണി സ്പീച്ച് പറ. പൂമണി ചുമ്മാ എന്തെങ്കിലും പറ. പാർട്ടി പോപ്പ് പൊട്ടിക്കാൻ അത് പൊട്ടൂല കേട്ടോ. അത് പൊട്ടൂല, അത് മറ്റേ ഇതൊരു ഡിഫക്റ്റാ. എല്ലാ പരിപാടിക്കും ഇല്ല ഈ സാധനം പൊട്ടൂല. ഞാൻ കൊറേ പൊട്ടൂല, അത് പൊട്ടൂല. ഈ സാധനം ഇത് പൊട്ടിക്കുന്ന ആൾക്ക് പൂമണി അങ്ങനെ പൊട്ടിക്കണ്ടത്. എക്സ്പെക്ട് ചെയ്തില്ല. എങ്ങനെയുണ്ട് ഇത്? എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അത് ഗ്രൂം ടു ബി ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലല്ലേ? ഓക്കെ. ശരി ശരി, നോ സ്പ്ലിറ്റ്. പിന്നെ നന്ദി ക്യാപ്റ്റനായ പുള്ളിക്കും. അമ്പാൻ ഇവിടെ എല്ലാവർക്കും നല്ല ബോധം. എന്തിനാടാ, എവിടെന്നാടാ ഈ സാധനം വന്നേ?
ഫുള്ള് ക്ലീനിങ് പരിപാടിയാണ് ഇപ്പൊ. അതല്ല കേക്ക് ഒന്ന് പോലും ബാക്കി വെക്കാൻ പാടില്ല. ആ ആ എന്തായാലും വാള് വെക്കും അത് കഴിച്ചാൽ മതി. ഫുള്ള് ഇത് ഫുള്ള് എന്താ ആരേലും അതെ ഇന്നത്തെ അല്ല നാളത്തെ ഫുഡ് വാങ്ങി തരും. ഇന്ന് എന്തായാലും കഴിക്കൂല അത് ഫുള്ള്. അത് ഫുള്ള് കഴിക്കണം. പാവുണ്ട് കൈ യൂസ് ചെയ്യാണ്ട്. ഓക്കെ ദിസ് ടൈം നമ്മുടെ സോമൻ ചേട്ടനാണ് വന്നിരിക്കുന്നത്. പൂമണി ഹാൻഡിൽ ചെയ്തോളൂ. ഗൈസ് ഞാൻ അപ്പളേ പറഞ്ഞു ഇവരെടുത്ത് ഒച്ച ഉണ്ടാക്കി ഇരിക്കുന്നു. നമ്മളെ ചാലഞ്ച് എന്തായി? ചാലഞ്ച് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫുള്ള് കേക്ക് കൈ യൂസ് ചെയ്യാണ്ട് കഴിക്കണം. വേറെ എന്തെങ്കിലും തരുമോ? വേറെ എന്തെങ്കിലും ചാലഞ്ച്? ഇതാ ചാലഞ്ച്. കൈ പുച്ചോ കൈ ഉപയോഗിക്കാൻ പാടില്ല. എടാ അതാടാ ചാലഞ്ച്. അതാണ് വേണ്ട നീ കഴിക്കണ്ട. നീ പോ. നിന്നെ പിന്നെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ. അതിനൊരു 2000 രൂപ വരും. ആ ഇനി നീ കഴിക്കണ്ട. അത് അങ്ങനെ എടുത്ത് കഴിച്ചോ. നമ്മുടെ ചാലഞ്ച് ഫ്ലോപ്പായി. ഓ ഇത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പൊ പോവാ ഗായ്സ്. ഞാൻ അടുത്ത പരിപാടിക്ക് എപ്പോഴേലും കാണാം. ബൈ 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 ഗായ്സ്. ബൈ. ആ എവിടെയും കാണാം. നീ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. ആ അടുത്ത ആ ശരി ഓക്കെ. അപ്പൊ ബൈ. അപ്പൊ കാണാൻ പോവാട്ടോ. റെങ്കണ്ണനെയും കൂട്ടി ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇല്ലുമിനാറ്റി സ്റ്റെപ്പ് ഇട്ടതാണ് റെങ്കണ്ണൻ. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മള് പോവല്ലേ? പാർട്ടി. അതെ ഗ്രൂം ടു ബി പരിപാടി. ഈ പാർട്ടി എല്ലാം കഴിഞ്ഞു. പ്രേതമൊന്നും വന്നിട്ടില്ല ഗൈസ്. ഇന്ന് പ്രേതം ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് അതിനു മുമ്പ് മുങ്ങിയാക്കാം. നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ജെയിൻ എന്ന് പറഞ്ഞ പ്രേതാലയമാണ്. അതെ വീട്. ഹോണ്ടഡ് ഹൗസ്. ഇവൻ പറഞ്ഞാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവനെ മാത്രം മെൻഷൻ ചെയ്ത് ഓക്കെ. അയ്യോ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്തു. വെയിറ്റിംഗ് ഫോർ അവർ ഡിന്നർ. അതെ ഫുഡ് കഴിച്ചോ ഗൈസ്? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ആ ഇൻ പ്രോഗ്രസ്. കുറച്ച് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. വയ്യാണ്ടായി കഴിച്ചിട്ട്. പോവാം. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പൂമണിയുടെ പാർട്ടി എല്ലാം ഇന്ന് കഴിഞ്ഞു ഗൈസ്. സോ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു. നമ്മൾ ഫുഡ് അടി ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അല്ലേ? ഇതാണ് ഇന്നത്തെ മെയിൻ. മറ്റേ DJ-ക്ക് പാർട്ടിക്ക് വന്നവർക്ക് കൊടുക്കുന്ന ബാൻഡാണ് ഗൈസ്. അതും ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് പൂമണി ഇന്ന് ഫുൾ ഡേ. അപ്പൊ ഓടുവേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് പോവല്ലേ? അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. സോ ഇന്നത്തെ വ്ളോഗ് മൈൻഡപ്പ് ചെയ്യല്ലേ? ഇനി വീട്ടിലേക്ക് പോകുന്നു, റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ബൈ ഗൈസ്.